എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഒരു വാട്സപ്പ് പോസ്റ്റ് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇത് ഇങ്ങനെ പല സ്ഥലത്ത് ഷെയർ ചെയ്ത് എൻ്റെ അടുക്കലും എത്തി. എനിക്ക് ഇത് ഷെയർ ചെയ്യുന്ന തന്ന വ്യക്തി ഒരു പക്ഷേ ഞാൻ ഇത് വായിച്ച് ഒരഭിപ്രായം പറയണം എന്നായിരിക്കും ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇതിൽ ജാൻസി ജേക്കബ് എന്ന ഒരാളാണ് ഇത് എഴുതിയിരിക്കുന്നത് എന്നാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. എനിക്ക് ഈ ജാൻസി ജേക്കബിനെ അറിയത്തില്ല, അവരുടെ ഫോൺ നമ്പറും ഇതിൻ്റെ അകത്തില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വിളിച്ച് ചോദിക്കുമായിരുന്നു. ഏതെങ്കിലും കാലത്ത് എൻ്റെ ഈ വീഡിയോ താങ്കൾക്ക് കാണാൻ പറ്റിയെങ്കിൽ താങ്കൾ എന്നെ ഒന്ന് വിളിക്കണം എന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈ എഴുത്ത് എന്ന് പറയുന്നത് ലവ് ജിഹാദിൽ അകപ്പെട്ടു പോയ ഒരു സ്ത്രീയാണ് ഈ ജാൻസി ജേക്കബ്. പല ഭീകരന്മാർ, അതായത് ഇസ്ലാമിക് ഭീകരന്മാരാൽ, കേരളത്തിലുള്ള ഇസ്ലാമിക് ഭീകരന്മാരാൽ ബലാത്സംഗം ചെയ്യപ്പെട്ട ഒരു സ്ത്രീ. അവരെ പിന്നീട് ചില ആളുകൾ വന്ന് രക്ഷിക്കുവാനായിട്ടിടയായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ലവ് ജിഹാദിൽ പെട്ടുപോയ ഒരു സ്ത്രീയുടെ കഥയാണിത്. അപ്പോൾ ലവ് ജിഹാദ് എന്താണ്? ലവ് ജിഹാദ് എന്ന് പറഞ്ഞാൽ ഇസ്ലാം മത ഭീകര ചിന്താഗതിയുള്ള ചെറുപ്പക്കാർ അവർ വ്യാജ പ്രേമം നടിച്ച് ക്രിസ്ത്യൻ അതുപോലെ ഹിന്ദു പെൺകുട്ടികളെ വിശ്വസിപ്പിച്ച് പ്രേമം നടിച്ച് വളച്ച് വിവാഹം കഴിച്ചതിന് ശേഷം അവർ ആവശ്യത്തിന് ഈ സ്ത്രീകളെ ഉപയോഗിക്കുകയും പിന്നീട് ഇസ്ലാമിക് ഭീകര ചിന്താഗതിയുള്ള കുറേ കാമപ്രാന്തന്മാരുണ്ട്, വയസ്സന്മാർ, അവർക്ക് കാഴ്ചവെക്കുകയും അതിനുശേഷം ഈ പെൺകുട്ടികളെ സിറിയ, അഫ്ഗാനിസ്ഥാൻ, താലിബാൻ പോലുള്ള സ്ഥലങ്ങളിൽ കൊണ്ടെത്തിക്കുകയും അവിടെ ഭീകരവാദത്തിന് ഇവരെ പ്രേരിപ്പിക്കുകയും അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾക്ക് ലൈംഗിക അടിമകളാക്കി വിൽക്കുകയും പിന്നീട് ജീവിതകാലം മുഴുവൻ ഈ ഇസ്ലാമിക് ഭീകരന്മാരുടെ ലൈംഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കപ്പെട്ട് ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ മറ്റ് ഇതര മതത്തിൽപ്പെട്ട പെൺകുട്ടികളെ വളച്ച് കൊണ്ടുപോയി ഭീകരവാദത്തിന് പ്രേരിപ്പിക്കുന്നതാണ് ഈ ലവ് ജിഹാദ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വായിച്ച് കേൾപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, എൻ്റെ പേര് ജാൻസി ജേക്കബ് എന്നാണ്. ഞാനിപ്പോൾ യൂറോപ്പിൽ നേഴ്സായി ജോലി ചെയ്യുകയും 2 കുട്ടികളും എനിക്കുണ്ട്. അപ്പോൾ ജാൻസി ജേക്കബ് എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവരിപ്പോൾ യൂറോപ്പിലാണ്. അവിടെ ഭർത്താവിനൊപ്പം താമസിക്കുകയാണ്. കേരള സ്റ്റോറി എന്ന സിനിമ പ്രദർശിപ്പിക്കുന്നതിനെതിരെ കേരളത്തിലെ ഇടതുപക്ഷം, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, വലതുപക്ഷം കോൺഗ്രസ് പാർട്ടി ഇടുക്കി രൂപതയ്ക്കെതിരെ വലിയ വിമർശനങ്ങളും പരിഹാസങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട്. എന്നാൽ ഈ കേരള സ്റ്റോറിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ 100% സത്യസന്ധമായ കാര്യമാണ്. അപ്പോൾ ഇനി കേരളം അനുഭവിക്കാൻ പോകുന്നത് വലിയ ഒരു ഇസ്ലാമിക് ഭീകരവാദമാണ്. ലവ് ജിഹാദ് എന്നത് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. മുൻ മുഖ്യമന്ത്രിമാരായിരുന്ന VS അച്യുതാനന്ദനും ഉമ്മൻചാണ്ടിയും കേരളത്തിലെ റിട്ടയർഡായ DGPമാരും കേരള ഹൈക്കോടതി വരെ ശരിവെച്ച ഒരു സംഭവമാണ് ലവ് ജിഹാദ് എന്ന് പറയുന്നത്. അതായത് VS അച്യുതാനന്ദനും ഉമ്മൻചാണ്ടിക്കും അതുപോലെ DGPമാരായി റിട്ടയർഡ് ചെയ്ത പലർക്കും ഇതറിയാം. എന്നാൽ ഇസ്ലാമിക് ഭീകരന്മാരെ പേടിച്ചുകൊണ്ടാണ് ഇവർ ഇതുവരെയും ഇത് പരസ്യമായി പറയാത്തതും അല്ലെങ്കിൽ ഇതിനു വേണ്ടിയുള്ള ആക്ഷൻ എടുക്കാത്തതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഹൈക്കോടതിക്ക് വരെ ബോധ്യമുള്ള കാര്യമാണ്. ഇതെങ്ങനെ തറപ്പിച്ച് പറയാൻ എനിക്ക് എങ്ങനെ സാധിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം. അതെ, ഞാൻ ലവ് ജിഹാദിൻ്റെ ഇരയാണ്. ഈ പെൺകുട്ടി, ഈ സ്ത്രീ ലവ് ജിഹാദിൽ ഒരു ഇരയായ സ്ത്രീയാണ്. ഇന്ന് ഈ പോസ്റ്റ് ഇടാൻ എനിക്ക് ഏറ്റവും സപ്പോർട്ട് തന്നത് എൻ്റെ വീട്ടുകാരും കാസ എന്ന ക്രിസ്ത്യൻ സംഘടനയും എനിക്ക് വേണ്ടി കണ്ടെത്തി തന്ന എൻ്റെ ഭർത്താവും കൂടിയാണ്. എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ പല ഇസ്ലാമിക് ഭീകരന്മാരാൽ ബലാത്സംഗം ചെയ്യപ്പെട്ട ഒരു സ്ത്രീയാണ്. അതുമാത്രമല്ല അവിടുന്ന് രക്ഷപ്പെട്ട ഒരു സ്ത്രീയാണ്. എന്നാൽ
തന്നെ മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും ചെയ്യാൻ ഒരു ഭർത്താവിനെ ലഭിച്ചു. ആ ഭർത്താവിൻ്റെ സപ്പോർട്ടും കൊണ്ടും കാസ എന്ന് പറയുന്ന ഇസ്ലാമിക് ലവ് ജിഹാദിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ സപ്പോർട്ടും കൊണ്ടാണ് ഇന്ന് ഞാൻ ജീവിക്കുന്നത്. ഞാൻ കൊല്ലം നിവാസിയായ ഒരു ക്രൈസ്തവ കുടുംബത്തിലെ രണ്ടാമത്തെ കുട്ടിയാണ്. പത്തനംതിട്ടയിലെ ഒരു കോളേജിൽ എൻ്റെ ഡിഗ്രി വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീട് കൊല്ലത്തായതുകൊണ്ട് ഞാൻ കോളേജ് ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത്. എല്ലാവരും നല്ല കൂട്ടുകാരുള്ള ഒരു പെൺകുട്ടിയായാണ് ഞാൻ വളർന്നു വന്നത്. ഹോസ്റ്റലിൽ എൻ്റെ ഉറ്റമിത്രങ്ങൾ ജന്നത്ത് അബ്ദുൾ റഹ്മാനും ജന്നത്ത് എന്ന് പറയുന്ന ഒരു സ്ത്രീ റിഫാന വാഹിദുമായിരുന്നു. രണ്ട് മുസ്ലിം പെൺകുട്ടികളുടെ ഇടയിലാണ് ഈ ജാൻസി ജേക്കബ് എന്ന് പറയുന്ന പെൺകുട്ടി ഹോസ്റ്റലിൽ താമസിച്ചത്. അവരുടെ പേരാണ് ജന്നത്ത് അബ്ദുൾ റഹ്മാൻ, റിഫാന വാഹിദ്. ഈ രണ്ട് മുസ്ലിം പെൺകുട്ടികളാണ് ഈ ജാൻസി ജേക്കബിൻ്റെ ജീവിതം തകർത്തത്. ഇവളെ ബലാത്സംഗം ചെയ്യുവാനായിട്ട് വിട്ടുകൊടുത്തതും ഈ സ്ത്രീകളാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. അവർ തന്നെയാണ് എന്നെ ലവ് ജിഹാദിന് ഇരയാക്കിയ പ്രധാന കണ്ണികൾ. അവർ ഇന്ന് കേരളത്തിൽ എവിടെയോ സുഖമായി ഒന്നും അറിയാതെ സുഖമായിട്ട് ജീവിക്കുന്നു. ഈ വൃത്തികേടെല്ലാം കാണിച്ചതിന് ശേഷം ഈ ജന്നത്തും പിന്നെ ഈ റിഫാനയും ഇപ്പോൾ കല്യാണമൊക്കെ കഴിച്ച് ഏതോ ഒരു ജിഹാദി ഭീകരന്മാരുടെ കൂടെ ജീവിക്കുന്നു. അപ്പോൾ ഒന്നും അറിയാം, മറ്റുള്ള പെൺകുട്ടികളെ ലവ് ജിഹാദിൽപ്പെടുത്തി തങ്ങളുടെ കുടുംബമെല്ലാം നശിപ്പിച്ചിട്ട് അവർ സുഖത്തോടുകൂടെ ഭൂമിയിൽ ജീവിക്കുന്നു. അതവരെ പറഞ്ഞിട്ട് കാര്യമില്ല സഹോദരി. അവരുടെ ആ എഴുതിപ്പെട്ട നിയമത്തിൻ്റെ കുഴപ്പമാണത്. അതും കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇസ്ലാം അല്ലാത്തവനെല്ലാം കൊല്ലുക എന്നുള്ള ഒരു സിദ്ധാന്തം, എങ്ങനെ ഏത് വിധേനയും അവരെ ഇസ്ലാം ആക്കുക എന്നുള്ള ചിന്താഗതി, ഇതാണ് അവരെ ഭരിച്ചത്. അവരെ അടിച്ചേൽപ്പിച്ച മതത്തിൻ്റെ തീഷ്ണതയാണത്. ആദ്യം ജന്നത്തും റിഹാനയും ഈസാ നബിയെക്കുറിച്ചും മറിയത്തെക്കുറിച്ചും എന്നോട് സംസാരിക്കുമായിരുന്നു. കൊണ്ടോ ഇവരുടെ വലിയൊരു ടെക്നിക്കാണ്. ഒരു ക്രിസ്ത്യാനികളുടെ അടുത്ത് വന്നിട്ട് ആദ്യം യേശു ക്രിസ്തുവിനെക്കുറിച്ചും മറിയെക്കുറിച്ചൊക്കെ സംസാരിക്കും. കത്തോലിക്ക സഭക്കാർക്ക് മറിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ വലിയ ഇഷ്ടമാണ്, കേൾക്കാൻ സാധിക്കും. ഞാനത്ര കാര്യമായി എടുത്തിരുന്നില്ല. ഞാനൊരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ച പെൺകുട്ടിയാണ്. സൺഡേ സ്കൂളിലും ഒക്കെ ഞാൻ സജീവമായിരുന്നു. ഞാൻ എൻ്റെ വിശ്വാസമായി മുമ്പോട്ട് പോയി. പക്ഷേ ഇവർ പലപ്പോഴും എന്നോട് ഇസ്ലാമിൻ്റെ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും അതുപോലെ ഈസാ നബിയെയും മറിയത്തെക്കുറിച്ചും പറഞ്ഞു. അപ്പം അവരുടെ സ്വർഗം എന്ന് പറഞ്ഞ 72 ഹൂറിമാരുള്ള മദ്യപ്പുഴ ഒഴുകുന്ന, അല്ലെങ്കിൽ ആപ്പിൾ ആഗ്രഹിച്ചാൽ വളഞ്ഞു വന്ന് വായുടെ നേരെ നിൽക്കുന്ന ഉള്ള ഒരു സ്വർഗമാണ്. അപ്പോൾ 72 ഹൂറിമാരെക്കുറിച്ചുള്ള വർണ്ണന എന്നൊക്കെ പറയുന്നത് വലിയ വർണ്ണനയാണ്. അപ്പോൾ ആര് കണ്ടാലും ഭയങ്കരമായ ആകർഷത്തക്ക രീതിയിലുള്ള ശാരീരിക ഭംഗിയുള്ള ഹൂറിമാർ. അപ്പോൾ ഒരു ദിവസം ജന്നത്തിൻ്റെ കസിൻ ബ്രദറായ ഇസ്മയിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞു. കണ്ടോ അവരുടെ ടെക്നിക്കാണ്. ഇവർ പതുക്കെ ഈ പെൺകുട്ടികളെ വളയ്ക്കാനുള്ള ശ്രമമാണ്. വരുന്നുണ്ട്. എന്നെയും കൂട്ടിക്കൊണ്ട് അവനെ കാണാൻ പോയി. അന്ന് സാധാരണ ഒരു സഹോദരനെ പരിചയപ്പെടുത്തുന്ന രീതിയിലാണ് എനിക്ക് പരിചയപ്പെടുത്തുന്നത്. ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിക്കുകയും ശേഷം പിരിയുകയും ചെയ്തു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ജന്നത്തിൻ്റെ മൊബൈലിൽ ഇസ്മയിൽ വിളിക്കുകയും എനിക്ക് സംസാരിക്കാൻ തരികയും ചെയ്തു. സാധാരണ ഒരു ഫ്രണ്ട് എന്ന നിലയിൽ മാത്രമേ ഞാൻ അവനോട് സംസാരിച്ചിട്ടുള്ളൂ. അവൻ്റെ ഉമ്മായിക്ക് സുഖമില്ലാത്തതാണ്, അവൻ്റെ വാപ്പ അവരെ ഉപേക്ഷിച്ചു പോയെന്നും എന്നൊക്കെ ആദ്യം എന്നോട് സംസാരിക്കുമായിരുന്നു. പിന്നെ എൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചും ഞാൻ എന്തോ ഒരു നല്ല കുട്ടിയാണെന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തിക്കൊണ്ടിരുന്നു. പക്ഷേ ഞാനൊന്നും ചെവിക്കൊള്ളാൻ തയ്യാറായില്ല. അപ്പോൾ ഇമാരുടെ പരിപാടിയാണ്, പതുക്കെ നമ്മളെ സൂചിപ്പിക്കും. പെൺകുട്ടികളാ, നിങ്ങളെ കാണാൻ കൊള്ളാം, നിൻ്റെ മൂക്ക് കൊള്ളാം, നിൻ്റെ ചുണ്ട് കൊള്ളാം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ അങ്ങനെ സുഖിപ്പിച്ച് രസിപ്പിച്ച് നമ്മളെ പതുക്കെ സുഹൃത്താക്കി വരികയാണ്. എനിക്ക് തോന്നി ഇവന്മാർക്കൊന്നും ഒരു നാണവും മാനമില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇങ്ങനെ ഈ മറ്റുള്ള മതത്തിൽപ്പെട്ട പെൺകുട്ടികളുടെ പുറകെ ഇങ്ങനെ മണപ്പിച്ച് നടക്കാൻ ഇവരൊക്കെ നാണമില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഒരു നാണവും ഉളുപ്പും ഇല്ലാത്ത കുറേ അവന്മാർ ലവ് ജിഹാദ് എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ഒരു ഉളുപ്പും നാണമില്ലാത്ത കുറേ വൃത്തികെട്ടവന്മാർ. തുടർന്ന് കുറച്ച് നാളത്തേക്ക് ശേഷം ഒരു ദിവസം റഹീനായുടെ സ്വന്തം സഹോദരൻ റഷീദ് കുറച്ച് സാധനങ്ങളുമായി ഹോസ്റ്റലിൽ വന്നു. ഞാനും ജന്നത്തും അവനെ പരിചയപ്പെടുകയും ഞങ്ങൾ ഒരുമിച്ച് ഷോപ്പിൽ പോയി കോഫി കുടിക്കുകയും ചെയ്തു. ജന്നത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായതുപോലെ തന്നെ റഹാനയുടെ ഭാഗത്തുനിന്നും
ഇതുപോലെ ഫോൺ കോളുകൾ എനിക്ക് തരികയും റഷീദുമായി സംസാരിക്കാൻ അവസരം തരികയും ചെയ്തു. അവനോടും ഞാൻ ഇസ്മായിലിനോട് പെരുമാറിയതുപോലെ തന്നെയാണ് പെരുമാറി. അപ്പോഴേക്കും എനിക്ക് ഇതിൻ്റെ ചതിയെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ റഷീദ് ഒത്തിരി തവണ എന്നോട് ഇൻഡയറക്റ്റായി പ്രപ്പോസലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനൊരു ഫ്രണ്ടായിട്ട് മാത്രമേ കണ്ടുള്ളൂ. അപ്പോൾ ഇവരുടെ പരിപാടി നമ്മളെ സ്നേഹത്തിനൊരു ചായ കുടിക്കാൻ വിളിക്കും. അപ്പം നമ്മളൊരു മാനുഷിക പരിഗണന വെച്ച് എന്ത് ചെയ്യും, ഒരുത്തം വിളിച്ചല്ലേ പോയൊരു ചായ കുടിച്ചേക്കാം എന്നൊക്കെ ഓർത്തുകൊണ്ട് പോകും. പക്ഷേ അവരുടെ ഉള്ളിൽ വേറൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇവർ പെരുമാറുന്നത് എന്ന് നമുക്കറിയില്ല. നമ്മൾ സാധാരണ ഒരു ചായ കുടിക്കാനോ ഒരു ജ്യൂസ് കഴിക്കാനോ എന്ന രീതിയിൽ പോകും. പക്ഷേ ഇവരതിൻ്റെ അകത്ത് വിഷം കലക്കുകയാണ്. എന്താണ്? മയക്കുമരുന്ന്. ഒന്ന് ആലോചിക്കണം. പതുക്കെ പതുക്കെ നമ്മളെ ഇവരതിൻ്റെ അകത്ത് വിഷം കലക്കുകയാണ് എന്ന് പറഞ്ഞാൽ മയക്കുമരുന്ന് കലക്കി പതുക്കെ പതുക്കെ വളച്ചെടുക്കുകയാണ്. എന്തൊരു നാണം കെട്ടവന്മാരാണ് ഇവന്മാരെന്ന് ആലോചിച്ച് നോക്കിക്കേ. മറ്റുള്ള ഒരു കുടുംബത്തിൽ വളർന്ന ഒരു പെൺകുട്ടിയെ അവന്മാർ പ്രേമം എന്ന വ്യാജേന നടിച്ച് ഇത്രയും വലിയ ചതി ഇവന്മാർ ചെയ്യുന്നതെന്ന് ആലോചിച്ചോ. കൊലച്ചതിയല്ലേ ഇവന്മാർ ചെയ്യുന്നത്. അതിനിവരുടെ പെൺകുട്ടികളും പിന്നെ സ്ത്രീകളും പെൺപിള്ളേരും മാതാപിതാക്കളും തന്തയും തള്ളയെല്ലാം കൂട്ടുനിൽക്കുക എന്ന് ഓർക്കണം. എന്തൊരു കൊലച്ചതിയാണ് ഇവർ ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു അന്യമതത്തിൽപ്പെട്ട അവൻ ആ പെൺകുട്ടിക്ക് അപ്പനുണ്ട് അമ്മയുണ്ട്, കഷ്ടപ്പെട്ട് പിന്നെ കൃഷി ചെയ്ത് പണിയെടുത്ത് കഷ്ടപ്പെട്ട് വളർത്തുമ്പോൾ ഈ വൃത്തികെട്ടവന്മാർ പിന്നെ എന്ത് ചെയ്തെന്നറിയാമോ, പതുക്കെ പതുക്കെ വന്ന് ചായ മേടിച്ച് കൊടുത്തു. നമ്മളൊരു മാനുഷിക പരിഗണന വെച്ച് അവരോടൊരു ചായ കുടിക്കാനൊക്കെ പോകും. എന്നിട്ട് കൊണ്ടുപോയി. അങ്ങനെ ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ എനിക്കെല്ലാം നഷ്ടപ്പെട്ട ദിവസം, റഹാനയും ജന്നത്തും റഷീദിൻ്റെ ബർത്ത്ഡേ പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ ഈരാറ്റുപേട്ടയിൽ കൊണ്ടുപോയി. ആ വീട്ടിൽ ഞങ്ങൾ 3 പേരും റഷീദും ഇസ്മായിലും അവരുടെ ഫ്രണ്ടും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഞാൻ എൻ്റെ കൂട്ടുകാരെ വിശ്വസിച്ച് ബർത്ത്ഡേ കേക്ക് കഴിക്കുകയും ഐസ്ക്രീമും ജ്യൂസും കഴിക്കുകയും ചെയ്തു മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. കണ്ടോ, ഇവന്മാർ ഈ ഐസ്ക്രീമിലും ജ്യൂസിൻ്റെ അകത്തും ഇവന്മാർ മയക്കുമരുന്ന് കലക്കി. കണ്ടോ, ബോധം കെടുത്തി. അവന്മാരുടെ പരിപാടിയാണ്. പിന്നെ എങ്ങനെ ഒരു ഇവന്മാരെ പോലെയുള്ള ആളുകളുടെ വീട്ടിൽ ഒരു ക്രിസ്ത്യൻ പെൺകുട്ടി പോകും? ഒരു ഇസ്ലാം മത പെൺകുട്ടി ഒരാളോട് എങ്ങനെ കൂട്ടുകൂടും? അവരുടെ പെൺകുട്ടികളെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എങ്ങനെ ഇവരെ വിശ്വസിച്ച് ഇവരുടെ വീട്ടിൽ പോകും? ഇവരുടെ കൂട്ടുകൂടി നിൽക്കും? ഇവരോട് ഒന്നിച്ച് എങ്ങനെ ഹോസ്റ്റലിൽ താമസിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ജ്യൂസ് കഴിച്ചു. എനിക്ക് ഓർമ്മ വന്നപ്പോൾ എൻ്റെ ദേഹമാസകലം വേദനയും ഒരു പിരിമുറുക്കും അനുഭവപ്പെട്ടു. എനിക്ക് എന്തോ സംഭവിച്ചു എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു തുടങ്ങി. ആ നിമിഷം എനിക്ക് പെട്ടെന്നൊരു ഭയം മനസ്സിൽ കടന്നുകൂടുകയും ചെയ്തു. എത്രയും പെട്ടെന്ന് ഹോസ്റ്റലിൽ പോകാൻ എൻ്റെ കൂട്ടുകാരിയോട് നിർബന്ധിക്കുകയും ചെയ്തു. ഞങ്ങൾ ഹോസ്റ്റലിലെത്തി. എൻ്റെ കൂട്ടുകാരി എന്നോട് സാധാരണ പെരുമാറുന്ന രീതിയിൽ മാത്രമേ പെരുമാറിയുള്ളൂ. എൻ്റെ ഉള്ളിൽ എന്തോ എനിക്ക് സംഭവിച്ചു എന്നെനിക്ക് മനസ്സിലായി. പിറ്റേ ദിവസം കോളേജിൽ പോകാനായി ഞാൻ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി. കോളേജ് എത്തും മുമ്പേ ഒരു ജ്യൂസ് കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് എന്നെ ഒരു ജ്യൂസ് പാർലറിൽ കൊണ്ടുപോയി. അവിടെ റഷീദും ഇസ്മായിലും കുറച്ച് പേരും ഉണ്ടായിരുന്നു. എനിക്ക് എന്തോ ഒരു ഭയം ഉള്ളിൽ തോന്നി തുടങ്ങി. റഹാന അവളുടെ മൊബൈലിൽ നിന്ന് എനിക്കൊരു ചിത്രം കാണിച്ചു തന്നു. ഞാൻ ബെഡിൽ നഗ്നയായി കിടക്കുന്ന ഒരു ചിത്രം. കണ്ടോ, റഹാന എന്നാ വലിയ ചതിയാ ചെയ്തതെന്ന് ആലോചിച്ച് നോക്കി. ഈ റഹാനയും ജന്നത്തും കൂടി ഈ ജാൻസി ജേക്കബ് എന്ന് പറയുന്ന പെൺകുട്ടിയെ കൊണ്ടുപോയി ജ്യൂസ് കുടിപ്പിച്ച് അവരുടെ കൂട്ടുകാരന്മാർക്ക് കാഴ്ചവെച്ചു. എന്നിട്ട് ഈ 2 പെൺകുട്ടികളും ഈ വീഡിയോ പകർത്തി. ഇവരുടെ പരിപാടി കണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതെങ്കിലും അന്തസ്സുള്ള ഒരു കുടുംബത്തിൽപ്പെട്ടവർ ചെയ്യുന്ന പണിയാണോ? അവരുടെ മാതാപിതാക്കളും ഇതുപോലെ വൃത്തികെട്ടവന്മാരായതുകൊണ്ടല്ലേ ഇതിങ്ങനെ ആയത്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ, ലവ് ജിഹാദിൻ്റെ അവസ്ഥയൊന്ന് കണ്ടു നോക്കിക്കേ. ഈ വിശ്വസിച്ച ഒരു ക്രിസ്ത്യൻ പെൺകുട്ടി, ഒരു ഹിന്ദു പെൺകുട്ടി ഇവരുടെ കൂടെ ഒപ്പം പോയാൽ അവർ പാർലറിൽ കയറ്റി ജ്യൂസ് കുടിപ്പിച്ച് എന്നിട്ട് ബലാത്സംഗം ചെയ്യുക. ഇതാണ് ഇവരുടെ പരിപാടി. ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. എന്നിട്ട് കാണിച്ചു. അപ്പോൾ പിന്നെയുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. റഷീദിന് നിന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് നീ സമ്മതിക്കണമെന്ന് എന്നോട് റഹാന പറഞ്ഞു. ഞാൻ വിങ്ങിപ്പൊട്ടിക്കൊണ്ട് അവളോട് പറഞ്ഞു, എന്നോട് ഈ ചതി കാണിക്കല്ലേ, എന്നെ വെറുതെ വിട്ടേരെ എന്ന് കാല് പിടിച്ചു. അപ്പോൾ അവൾ എടുത്ത് ഒരു വീഡിയോ കാണിച്ചു. റഷീദ് എന്നെ ലൈംഗികമായി ഉപയോഗിക്കുന്ന വീഡിയോ. ഉറക്കം നിലവിളിക്കണമെന്നുണ്ടായിരുന്നു എനിക്ക്. പക്ഷേ അവിടെ ഞാൻ അറിയാതെ തന്നെ എൻ്റെ ശബ്ദം നിലച്ചു പോയിരുന്നു. ദൈവത്തെ ഓർത്ത് ഇങ്ങനെയുള്ളവരുടെ കൂടെ ജ്യൂസ് കുടിക്കാനോ മിഠായി വാങ്ങിച്ച് കഴിക്കാനോ ചായ കുടിക്കാനോ ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയും ഒരു ഹിന്ദു പെൺകുട്ടികളും പോകരുത്.
ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇത് നിങ്ങളുടെ അറിവിലേക്കാണ് ഇത് പറയുന്നത്. ഇത് കണ്ടിട്ട് വിമർശിച്ചിട്ട് കാര്യമില്ല. ജാൻസി ജേക്കബ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്കുണ്ടായ അനുഭവമാണിത്. അതുകൊണ്ട് ഇത്തരക്കാരുടെ കൂടെ നിങ്ങൾ പോയിരുന്ന് ഒരു ചായ കുടിക്കുകയോ ഒരു പഴംപൊരി കഴിക്കുകയോ അല്ലെങ്കിൽ ജ്യൂസ് കഴിക്കുകയോ കേക്ക് കഴിക്കുകയോ അവരുടെ ബർത്ത്ഡേ പാർട്ടിക്ക് നിങ്ങൾ പോയാൽ നിങ്ങളുടെ മാനം വിൽക്കേണ്ടി വരും. നിങ്ങളെ അവർ ലൈംഗിക അടിമകളാക്കും, തൊഴിലാളികളാക്കും. ലൈംഗികമായിട്ടുള്ള എല്ലാ വേണ്ടാധീനന്മാർ കാണിച്ച് ഇവരുടെ പെൺകുട്ടികൾ പോലും ഇതിന് സപ്പോർട്ട് ചെയ്ത് വീഡിയോ പിടിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇത്രയ്ക്ക് വൃത്തികെട്ട രീതിയിലേക്ക് ഇവന്മാർ എങ്ങനെ എത്തപ്പെട്ടു എന്നുള്ളതാണ് മനസ്സിലാവാത്തത്. കണ്ടോ, ഉറക്കം നിലവിളിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് അവിടെ ശബ്ദം നിലച്ചുപോയി. ഇങ്ങനെ റഷീദിൻ്റെ കൂടെ പോകണമെന്നും അല്ലെങ്കിൽ റഷീദിൻ്റെ കൂട്ടുകാർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കും അല്ലെങ്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും എന്ന് ഭീഷണിപ്പെടുത്തി. ഞാൻ വീണ്ടും രഹാനിയോടും ജന്നത്തിനോടും ഇറുടെ ശബ്ദത്തിൽ എന്ത് വേണേലും തരാമെന്ന് പറഞ്ഞു. എന്നെ വെറുതെ വിടണമെന്ന് പറഞ്ഞു. ഞാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ അവർ വേറെ 2-3 വീഡിയോകൾ കാണിച്ചു. കണ്ടോ, അതിൽ ഒന്ന് ഇസ്മായിൽ എന്നെ ലൈംഗികമായി ഉപയോഗിക്കുന്നതും പിന്നെ അവിടെ ഉണ്ടായിരുന്ന അവരുടെ ഫ്രണ്ട് എന്നെ ലൈംഗികമായി ഉപയോഗിക്കുന്നതുമായിരുന്നു ഈ വീഡിയോയിലുള്ളത്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ആരോട് പറയും, ആരെ വിളിച്ച സഹായം അഭ്യർത്ഥിക്കും. തെറ്റ് ചെയ്തു, എന്താണ്, നിങ്ങൾ വീട്ടിൽ പറയണമായിരുന്നു, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പറയണമായിരുന്നു. ഈ വൃത്തികെട്ടവന്മാരെ, ഈ ലവ് ജിഹാദ് നടത്തുന്ന ഈ വൃത്തികെട്ടവന്മാരെ വിടരുത്. ഈ പെൺകുട്ടികളെ ഇവരെ വിടരുത്. ഈ ലൈംഗികത, ഈ ബലാത്സംഗം ചെയ്യുന്ന കൂട്ടുനിൽക്കുന്ന ഈ ജന്നത്തിനെയും ഈ വാഹിദയെയും ഇവരെയൊന്നും റിഫാനെയൊന്നും വിടരുത്. അവരെയൊക്കെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ട് എത്തിക്കണം. പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കണമായിരുന്നു. മാനം പോകാനുള്ളത് പോയി, എൻ്റെ മാനമോ പോയി. ഇനി മറ്റുള്ള ഒരു ക്രിസ്തീയ പെൺകുട്ടികൾക്കും ഒരു ഹിന്ദു പെൺകുട്ടികൾക്കും ഈ ഗതികേട് വരരുത്. അതറിഞ്ഞുകൊണ്ട് നിയമപരമായി മുന്നേറണമായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിക്ക്. എന്നിട്ട് ഇവർ കാണിച്ച വൃത്തികേട് കണ്ടോ. ഞാൻ ആകപ്പാടെ തകർന്നു. ഇതൊന്നും എൻ്റെ വീട്ടിൽ അറിഞ്ഞാൽ എൻ്റെ അമ്മ അവർ എന്ത് നിലപാട് സ്വീകരിക്കുന്നു, എൻ്റെ ചേച്ചിയും അനുജനെയും ഇതെങ്ങനെ ബാധിക്കുമെന്ന് ഓർത്ത് ടെൻഷനായി. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. അവിടെ ഇരുന്ന് കരയുകയായിരുന്നു. അവസാനം അവർ ഭീഷണി മുഴക്കി. എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവരോടൊപ്പം പോകാനാണ് ഞാൻ തീരുമാനിച്ചത്. അങ്ങനെ ആ നിമിഷം തന്നെ എന്നെ ഈരാറ്റുപേട്ടയിൽ ഒരു വീട്ടിൽ കൊണ്ടുപോയി. അവിടെ എന്നെ റഷീദ് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു. വേറെ പ്രശ്നം ഉണ്ടാകില്ലെന്നും എന്നോട് പറഞ്ഞു. റഷീദിൻ്റെ വീട്ടുകാർ സ്വീകരിക്കണമെങ്കിൽ ഞാൻ ഇസ്ലാം മതത്തിലോട്ട് മാറണമെന്നും ഒരു അഭ്യർത്ഥന നടത്തി. എന്നോട് ചെയ്ത ക്രൂരതകളെല്ലാം മറന്ന് ഒരു പുതിയ ജീവിതം തുടങ്ങാമെന്നായിരുന്നു എനിക്കെന്ന വാഗ്ദത്തം. നിവൃത്തിയില്ലാതെ സമ്മതിക്കേണ്ടി വന്നു. തുടർന്ന് അന്ന് രാത്രിയിൽ റഷീദിനെ ലൈംഗികമായി ഉപയോഗിക്കുകയും എൻ്റെ സമ്മതം കൂടാതെ നേരെ എന്നെ മലപ്പുറത്ത് മതപഠനശാലയിൽ കൊണ്ടുപോയി. ഈ കള്ളന്മാർ കാണിക്കുന്ന വൃത്തികേടുകൾ കണ്ടോ. അവർ ലൈംഗികമായി പീഡിപ്പിച്ച് ബലാത്സംഗം ചെയ്തിട്ട് അതിൻ്റെ വീഡിയോ എടുത്തു വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ്. വീഡിയോ എടുത്തു വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്തിട്ട് എന്നിട്ട് പറയാണ് മതപരിവർത്തനം നടത്തണമെന്ന്. അങ്ങനെ നിർബന്ധിതമായി മതപരിവർത്തനം നടത്തി അവരുടെ മതപാഠശാലയിൽ കൊണ്ടുപോയി അവരെ പഠിപ്പിക്കുകയാണ്. അവിടെ എന്നെപ്പോലെ ചതിയിൽപ്പെട്ട 2 കുട്ടികളുണ്ട്. ഇത് കേരളത്തിലാണ് ഈ സംഭവിക്കുന്നത്. കേരളത്തിലെ അധികാരികൾ ഇത് കണ്ട് കണ്ണടച്ചിരിക്കരുത്. ഭരണപക്ഷം ഇതിനെതിരെ പ്രതികരിക്കണം. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും കേരളത്തിൽ അനുഭവിക്കുന്ന, പെൺകുട്ടികൾ അനുഭവിക്കുന്ന പീഡനം, റോട്ടിൽ കൂടെ ഇറങ്ങി നടക്കാൻ പാടില്ല. ഒരു സ്കൂളിൽ പോയി നേരെ പഠിക്കാൻ പറ്റത്തില്ല. ഇതുപോലുള്ള ലവ് ജിഹാദുമായി കഴുകൻ കണ്ണുമായി കാത്തിരിക്കുന്ന ഈ ഇസ്ലാമിക് ഭീകരന്മാരായിട്ടുള്ള വൃത്തികെട്ടവന്മാർ ഈ ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും പെണ്ണുങ്ങളെ നോട്ടമിട്ടു. ഒരു നാണവും ഉളുപ്പും ഇല്ലാതെ ഇവന്മാർ പുറകെ നടക്കുകയാണ്. ഇവന്മാരോടൊന്ന് കണ്ടാൽ പോലും മിണ്ടരുതെന്നാണ് എൻ്റെ അഭിപ്രായം. അവിടെ മനസ്സിലായത് ഇതൊരു ട്രാപ്പാണ് എന്നും ആ ദിവസം തന്നെ ഒരു പ്രായമായ ആൾ എൻ്റെ അടുക്കൽ വന്നു. റഷീദ് ഇനി വരികയില്ല, അവൻ അവിടെ കൊണ്ട് വിട്ടിട്ട് റഷീദ് മുങ്ങി, നിനക്ക് നിന്ന് പുറത്തു പോകാൻ പറ്റില്ല എന്നും മതപഠനം കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു ചെറുപ്പക്കാരനുമായി നിൻ്റെ വിവാഹം നടത്തി തരാമെന്ന് പറഞ്ഞു. കേട്ടോ, ഇമാരുടെ പരിപാടി ടാർഗറ്റ് ചെയ്ത് ഇമാർ ഈ പെൺകുട്ടികളെ വളച്ച് അവിടെ കൊണ്ട് മതപരിവർത്തനം വിട്ടു. അവിടെ വന്നിട്ട് അവൻ മുങ്ങി. അവർ ആരും ചെവിക്കൊണ്ടില്ല. എന്നെ ആ 2 പേരുടെ കൂടെ റൂമിലാക്കി. ആ രാത്രിയിൽ ആ റൂമിൽ ഞങ്ങളെ 3 പേരെയും നേരത്തെ കാണാമെന്ന പ്രായമായ വ്യക്തിയും 2 പേരും കൂടെ ഞങ്ങളെ 3 പേരെയും ലൈംഗികമായി ഉപയോഗിച്ചു. കണ്ടോ, 15 ദിവസം ഈ ഇവന്മാർ അവിടെയുള്ള ഈ ക്രിസ്ത്യൻ പെൺകുട്ടികളെ അല്ലെങ്കിൽ ഹിന്ദു പെൺകുട്ടികളെ ഈ ഇസ്ലാമിക് ഭീകരന്മാരായ ഈ കാമപ്രാന്തന്മാർ
ഇവർ എന്ത് ചെയ്തു? ലൈംഗികമായി, ഇത് എൻ്റെ വാക്കുകളല്ല, ഒരാൾ എഴുതി വായിച്ചേക്കുന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ദിവസം ഉച്ച സമയത്ത് കുറച്ച് കൂട്ടർ അതിക്രമിച്ച് കയറുകയും ഞങ്ങളെ 3 പേരെയും ബലമായി പിടിച്ച് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി കോഴിക്കോട്ടുള്ള ഒരു വീട്ടിൽ ഞങ്ങളെ എത്തിച്ചു. ഭയന്ന് പുറത്ത് നിന്ന് ഞങ്ങളെ 3 പേരോടും അവിടെ ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞങ്ങൾ RSSകാരാണ് ആണെന്നും നിങ്ങളെ ഇവിടുന്ന് രക്ഷപ്പെടുത്താനാണ് ഞങ്ങൾ വന്നതെന്നും പറഞ്ഞു. എന്നോട് പറഞ്ഞു, കാസയാണ് നിന്നെക്കുറിച്ചുള്ള വിവരം തന്നതെന്നും അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നും പറഞ്ഞു. ഉടൻ തന്നെ കാസയുടെ ആളുകൾ വരും, നിന്റെ വീട്ടിൽ അവർ എത്തിക്കുമെന്ന് പറഞ്ഞു. ആദ്യമൊക്കെ ഭയപ്പെട്ടെങ്കിലും എന്തോ ജീവിതം തിരിച്ചു കിട്ടിയതുപോലെ അവസ്ഥയായിരുന്നു ഞാൻ. കണ്ടോ? അങ്ങനെ 2 പേരും 2 സിസ്റ്റം കാറുമായി വന്ന് ഞങ്ങളെ ഇടുക്കിയിലെ ഒരു ധ്യാന കേന്ദ്രത്തിൽ കൊണ്ടുപോയി. അവിടെ എൻ്റെ അപ്പായും അമ്മയും ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങളിലുണ്ടായ കാര്യങ്ങളൊന്നും ഞാൻ വിശദീകരിച്ചില്ല. എന്നെ അപ്പോൾ തന്നെ അവിടെ നിന്ന് അപ്പായുടെ ബാംഗ്ലൂരിലുള്ള വീട്ടിലേക്ക് ചാച്ചയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. പിന്നീട് ചാത്തനാണ് എന്നോട് പറഞ്ഞത്, എൻ്റെ കസിൻ ബ്രദറായ ടോമിച്ചൻ സെബാസ്റ്റ്യൻ പുന്നക്കലിൻ്റെയും കാസയുടെയും ലൗകികതയെക്കുറിച്ചുള്ള വീഡിയോകൾ കാണിക്കുകയും അങ്ങനെ വല്ലതുമാണോ എനിക്ക് സംഭവിച്ചതെന്ന് അവർ തിരക്കിപ്പോവുകയും ചെയ്തു. അങ്ങനെ നിന്നെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ടോമിച്ചൻ അറിയാൻ കഴിഞ്ഞ് രഹാനയും ജന്നത്തുമാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നും ബെസ്റ്റ് ഫ്രണ്ട് കാണാതായ ദിവസം അവരോടൊപ്പം ഞാൻ ഹോസ്റ്റലിൽ നിന്ന് പോയി എന്നും മനസ്സിലാക്കുവാനായിട്ട് ടോമിച്ചൻ മനസ്സിലാക്കുകയും സംശയം തോന്നിയ ടോമിച്ചൻ കാസയുടെ ആളുകളോട് കാര്യങ്ങൾ പറയുകയും അങ്ങനെയാണ് കാസ എന്നെ നിരീക്ഷിക്കാനായിട്ട് ഇടയായിത്തന്നെ എന്നെക്കുറിച്ച് മനസ്സിലാക്കി എന്നെ രക്ഷിക്കാനായിട്ട് എത്തുയത്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കാസ വഴി എനിക്കൊരു കല്യാണമെല്ലാം വരികയും എൻ്റെ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങുകയും കല്യാണം കഴിച്ച് ഞാനിപ്പോൾ യൂറോപ്പിൽ താമസിക്കുന്നു. അവിടെ നേഴ്സിംഗൊക്കെ പഠിച്ച് അവിടെ ജോലി ചെയ്യുന്നു. ഇതാണ് എൻ്റെ ജീവിതം നടന്നത്. ഇവിടെ ലവ് ജിഹാദ് ഇല്ല എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനായിട്ടുള്ളത്, ഞാനതിന് ഇരയാക്കപ്പെട്ട ഒരാളാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് എൻ്റെ എല്ലാ സഹോദരന്മാരും ലവ് ജിഹാദിനെതിരെ ഒരു പെൺകുട്ടി എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മുസ്ലിങ്ങളായിട്ടുള്ള ആൺകുട്ടികളോടോ പെൺകുട്ടികളോടോ ഒരു കാരണവശാലും കൂട്ടുകൂടരുത്. അവരെന്തെങ്കിലും മേടിച്ച് തന്നാൽ നിങ്ങൾ കഴിക്കരുത്. അതുപോലെ അവർ എവിടെയെങ്കിലും കറങ്ങാൻ പോകാമോ എന്ന് ചോദിച്ചാൽ വരികയില്ല എന്ന് തന്നെ പറയണം. എന്നോടൊപ്പം ഉണ്ടായിരുന്ന മതമാറ്റ കേന്ദ്രത്തിൽ 2 പെൺകുട്ടികൾക്കും ഇതേ അനുഭവം തന്നെയാണ് ഉണ്ടായത്. ഈ സിനിമയിൽ ബന്ധപ്പെട്ട് വിവാദമായതുകൊണ്ട് എൻ്റെ ഭർത്താവ് പൂർണ്ണ പിന്തുണ തന്നതുകൊണ്ടും ആണ് ഞാൻ ഇങ്ങനെ ഒരു പോസ്റ്റ് വാട്സപ്പിൽ ഇടാൻ തയ്യാറായത്. എൻ്റെ അനുഭവം എങ്കിലും അറിഞ്ഞുകൊണ്ടെങ്കിലും എൻ്റെ സഹോദരങ്ങൾക്ക് ഇത്തരം ചതിക്കുഴിയിൽ ചെന്ന് പെടാതിരിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാനിവിടെ നിർത്തുന്നു. നിങ്ങളെല്ലാവരും കേരള സ്റ്റോറി കാണണം എന്ന് അഭ്യർത്ഥിക്കുന്നു. കടപ്പാട് ജാൻസി ജേക്കബ്. ഒരു പെൺകുട്ടിയുടെ ജീവചരിത്രമാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. എൻ്റെ ഒരു ചോദ്യം ഈ ഇസ്ലാമിക് ചിന്ത ഇവരോടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ എന്തിനിത് ചെയ്യുന്നു? നിങ്ങൾക്ക് എന്തിൻ്റെ സൂക്കേടാണ്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഒരു പെൺകുട്ടിയെ വളർത്തി വലുതാക്കി പഠിപ്പിച്ച് അതിനെ ഒരു നിലയിലെത്തിക്കാൻ മാതാപിതാക്കൾ കഷ്ടപ്പെടുമ്പോൾ നിങ്ങളുടെ കുട്ടികളെ ഹിന്ദുക്കളെ ക്രിസ്ത്യാനികളെ പെൺകുട്ടികളെ വളച്ച് അവരെ ഭീകരവാദത്തിന് ലൈംഗിക അടിമത്തത്തിന് നിങ്ങൾ എന്തുകൊണ്ട് ഇത് പ്രേരിപ്പിക്കുന്നു? പോട്ടെ, നിങ്ങൾക്കൊരു ഹിന്ദു പെൺകുട്ടിയോട് സ്നേഹം തോന്നി, അല്ലെങ്കിൽ ക്രിസ്ത്യൻ പെൺകുട്ടിനെ കല്യാണം കഴിച്ച് ജീവിക്കുന്നതിന് ഇവിടെ ആർക്കും ഒരു പരാതിയില്ല. അത് മതം മാറുമോ മതം മാറാതിരിക്കും, അത് പിന്നീടുള്ള കാര്യം. മതം നോക്കിയാണോ ഒരാളെ സ്നേഹിക്കുന്നത്? നിങ്ങൾ എന്ത് കൊലച്ചതിയാണ് ചെയ്യുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കണം. നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ആലോചിക്കണം. നിങ്ങളുടെ ഈ തോന്നിവാസം കൊണ്ട് എന്താ സംഭവിക്കുന്നതെന്നറിയോ? ഞാൻ ഈ ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. ഒരു വർഷം ഞാനിവിടെ 6 മില്യൺ ഇസ്ലാം മത വിശ്വാസികളാണ് ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഉണ്ടോ? ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ മണിക്കൂറിൽ 667 പേര് വെച്ച്, ഒരു ദിവസം 16,000 പേര് വെച്ച് 6 മില്യൺ ആളുകളാണ് ഒരു വർഷം ഇസ്ലാം മതത്തിൽ നിന്ന് ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. ഇതാണ് ഞാനീ പറഞ്ഞു വരുന്നത്. 1 ഭീകരവാദം, 2 ബലാത്സംഗം, 3 പിടിച്ചുപറി, 4 തട്ടിക്കൊണ്ടുപോക്കൽ, ഇനി ഇതും ലവ് ജിഹാദ്. നിങ്ങൾക്കൊക്കെ എന്തിൻ്റെ സൂക്കേടാണെന്നാണ് മനസ്സിലാവാത്തത്? നിങ്ങളും മജ്ജയും മാംസവുമുള്ള മനുഷ്യരല്ലേ? നിങ്ങളും കുട്ടികളെ വളർത്തുന്നില്ലേ?
നിങ്ങളുടെ കുട്ടികളും പഠിച്ച് ഒരു നല്ല മേഖലയിൽ എത്തപ്പെടാൻ എന്ന് നിങ്ങളാണ് ഞാൻ. എവിടെ നോക്കിയാൽ ഈ വർഗീയത മാത്രമാണ് ഇവർ പടച്ചുവിടുന്നത്. എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു? ഇത് ശരിയാണോ? സ്വയം ഒന്ന് ചിന്തിക്കണ്ടേ? അപ്പോൾ ഒരു സ്ത്രീയുടെ ജീവിത അനുഭവമാണ് ഈ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങൾക്ക് ആർക്കും നിങ്ങളോട് യാതൊരു വിധമായ വൈരാഗ്യങ്ങളൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ഈ കാണിക്കുന്ന ഇത് ശരിയല്ല. 2 പെൺകുട്ടികളാണ്, ഇസ്ലാം മതത്തിലെ 2 സ്ത്രീകളാണ് ഈ ക്രിസ്ത്യൻ പെൺകുട്ടിയെ ചതിച്ചത്. അവർ കൂട്ടുനിൽക്കുകയാണ്, ബലാത്സംഗത്തിന് കൂട്ടുനിൽക്കുകയാണ്. അന്യമതത്തിൽപ്പെട്ട പെൺകുട്ടികളുടെ വിളിച്ച് ജ്യൂസ്, മയക്കുമരുന്നും കൊടുത്ത് ജ്യൂസ് കൊടുത്ത് കിടത്തിയിട്ട് ഈ പെൺകുട്ടികളുടെ ഫോട്ടോ എടുക്കുന്നത് ഇവരാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തൊരു കഷ്ടമാണെന്നത്, എന്തൊരു ലജ്ജാകരം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതൊക്കെ വായിച്ച് പറയുമ്പോൾ നിങ്ങളെക്കുറിച്ചൊക്കെ തോന്നുമ്പോൾ അറപ്പ് തോന്നുകയാണ്, അറപ്പും വെറുപ്പും തോന്നുവാണ് നിങ്ങളുടെ ഈ പ്രവൃത്തികളോട്. എത്രയോ നല്ല ഇസ്ലാം മത വിശ്വാസികൾ ഇവിടെ ഉണ്ട്. അവരുടെ പേരും കൂടെ കളയാൻ വേണ്ടി ഇതുപോലെയുള്ള ആളുകളെ നിങ്ങൾ പടച്ചു വിടുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മതത്തോട് തന്നെയാണ് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരത. നിങ്ങൾ സമൂഹത്തോട് ക്രൂരത ചെയ്യുന്നു, മതത്തോട് ക്രൂരത ചെയ്യുന്നു. സമൂഹത്തിൻ്റെ വ്യവസ്ഥിതിയെ തന്നെ നിങ്ങൾ വെല്ലുവിളിക്കുന്നു. മതങ്ങൾ തമ്മിൽ കലഹിക്കുവാൻ കാരണമായിത്തീരുന്നു. ഇന്ന് കേരളത്തിൽ ഇന്ന് ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം ആളുകളുടെ സ്നേഹബന്ധത്തിന് എന്തൊരു പ്രതിസന്ധിയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. പണ്ട് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എത്ര സ്നേഹത്തോടെ ഒരു ക്രിസ്ത്യാനിയും ഒരു മുസ്ലിമും എത്ര സ്നേഹത്തോടെയാണ് ജീവിച്ചത്. ഇന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു ക്രിസ്ത്യൻ പെൺകുട്ടി ഒരാവശ്യത്തിന് പോകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ കൂടെ ഒരു ക്രിസ്ത്യൻ പെൺകുട്ടി ഒരു ഹിന്ദു പെൺകുട്ടി കൂട്ടുകൂടി മുമ്പോട്ട് പോകുമ്പോൾ മാതാപിതാക്കളുടെ ഉള്ളിൽ തീ കത്തുകയാണ്. എന്നാൽ നമുക്ക് പരസ്പരം ബന്ധപ്പെട്ട് ജീവിക്കാതിരിക്കാൻ പറ്റുമോ? ഒരു മുസ്ലിമിൻ്റെ കടയിൽ നിന്ന് സാധനം മേടിക്കണം, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയുടെ കടയിൽ നിന്ന് സാധനം മേടിക്കണം, അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിൽ ബന്ധപ്പെട്ട് ജീവിക്കണം. സ്കൂളിൽ ഒന്നിച്ച് ജോലി ചെയ്യണം, കമ്പനികളിൽ ഒന്നിച്ച് ജോലി ചെയ്യണം, ഇതൊക്കെ ചെയ്യണം. പക്ഷേ ഈ കേരളത്തിൽ ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾ, പെൺകുട്ടികളുള്ളവർ, ഹിന്ദുക്കൾ പെൺകുട്ടികളുള്ളവർ നെഞ്ചത്ത് കൈവച്ച് തലയിൽ നെഞ്ചത്ത് പഞ്ഞി വെച്ചാൽ കത്തും. അതുപോലെയാണ്. ഒരു ദിവസം രാവിലെ സ്കൂളിൽ പോയിട്ട് ഈ പെൺകുട്ടി തിരിച്ചു വരുമോ? ഈ ഇസ്ലാമിക് ജിഹാദികളുടെ ഭീകരന്മാരുടെ കയ്യിൽ അകപ്പെട്ടു പോകുമോ? ലവ് ജിഹാദിൽ ഈ പെൺകുട്ടികളെ ഇവന്മാർ തട്ടിക്കൊണ്ടു പോകുമോ? ഈ പെൺകുട്ടിയന്മാർ ബലാത്സംഗം ചെയ്യുമോ? ഇവൻ്റെ ഈ മറ്റ് സ്ഥലങ്ങളിൽ മതപഠനത്തിന് കൊണ്ടുപോകുമോ? വളച്ചിവരെ പ്രേമിച്ച് അവരുടെ ജീവിതം നശിപ്പിക്കുമോ എന്ന് ഭയപ്പെട്ടാണ് ഓരോ ദിവസവും ഓരോ കാരണവും മാതാപിതാക്കൾ ജീവിക്കുന്നത്. പേടിയാണ്. ഒരു ഇസ്ലാം മത വിശ്വാസിയായ ഒരു പെൺകുട്ടിയോട് ഒരാൾ ചെങ്ങാത്തം കൂടുമ്പോൾ, അല്ലെങ്കിൽ അവരോട് ചെങ്ങാത്തം കൂടുമ്പോൾ മാതാപിതാക്കളുടെ നെഞ്ചത്ത് തീ കത്തുകയാണ്. ഇതെന്തുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കാത്തത്? എന്നാലോചിച്ച് നോക്കി. കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്നതിനെതിരെ ശക്തമായ രീതിയിൽ പ്രതിഷേധമുണ്ടായി. പക്ഷേ ഈ കുട്ടികളിത് അറിയണ്ടേ? അവർ ഈ ട്രാപ്പിൽ പെടരുതെന്ന് അറിയണ്ടേ? ഇത് അവർ മനസ്സിലാക്കണ്ടേ ഇങ്ങനെയുള്ള പ്രശ്നമുണ്ടെന്ന്? ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള പ്ലാനിങ് അറ്റാക്ക് നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണ്ടേ? നിങ്ങൾ ഇങ്ങനെ ഒരു അവസ്ഥ കൂടെ പോകരുത്. ഒരു മുസ്ലിം പെൺകുട്ടി നിങ്ങളെ അവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ചാൽ, ബർത്ത്ഡേക്ക് ക്ഷണിച്ചാൽ, ജ്യൂസ് കഴിക്കാൻ പാർലറിലേക്ക് ക്ഷണിച്ചാൽ പോകരുത് എന്ന് ഞങ്ങളുടെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കണ്ടേ? പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടത് മുഴുവൻ അത് വെള്ളത്തിൽ വരച്ച വരയായി പോവില്ലേ? ഞങ്ങളുടെ പെൺകുട്ടികൾ പിന്നെ നിങ്ങളുടെ സൂക്കേട് തീർക്കാൻ വേണ്ടി നിങ്ങളുടെ മതപഠനശാലകളിലും മറ്റ് സ്ഥലങ്ങളിലും എത്തപ്പെടേണ്ടി വരില്ലേ? ഇത് നിങ്ങൾ തന്നെയല്ലേ നിർത്തേണ്ടത്? നിങ്ങൾ തന്നെയല്ലേ പറയേണ്ടത്? ഇങ്ങനെ ഏതെങ്കിലും ഒരാൾ ലവ് ജിഹാദ് നടത്തുന്നുണ്ടെങ്കിൽ അവനെ ഞങ്ങൾ ബഹിഷ്കരിക്കും, അവന് തക്കതായ ശിക്ഷ ഞങ്ങൾ കൊടുക്കും എന്ന് നിങ്ങൾ വേണം പറയാൻ. അങ്ങനെ നിലയ്ക്ക് നിർത്തേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. അതിന് പകരം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണ്. പല മതപണ്ഡിതന്മാരും പറയുന്നത് ലവ് ജിഹാദ് ഇല്ല,
ലവ് ജിഹാദ് ഇല്ലെങ്കിൽ പിന്നെ ഈ പെൺകുട്ടിയുടെ അവസ്ഥ എന്താണ്? നിങ്ങളത് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ സ്വയം തിരുത്തണം. ഓരോ ക്രിസ്ത്യാനിയും ഓരോ ഹിന്ദുക്കളും ഇന്ന് കേരളത്തിൽ ഭയത്തോടു കൂടിയാണ് പെൺകുട്ടികളെ വളർത്തുന്നത്. കഞ്ചാവ്, ലഹരി ഉൽപ്പന്നങ്ങൾ, പിടിച്ചുപറി, മോഷണം എല്ലാമായി ഈരാറ്റുപേട്ടയിലൊന്നും മനുഷ്യന് നടക്കാൻ മേല. പെരുമ്പാവൂർ ഈരാറ്റുപേട്ടയിലൊന്നും ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തപ്പെട്ടു. എന്തുകൊണ്ട്? ഇത് ശരിയല്ല, ഇത് വളരെ മോശമാണ്, ഇങ്ങനെ ചെയ്യരുത്. ഇതാണ് പറയാനായിട്ടുള്ളത്. അതുകൊണ്ട് ഈ ജാൻസി എന്ന സഹോദരിയുടെ ഈ വാട്സപ്പ് പോസ്റ്റ് കണ്ടു, അതിനെക്കുറിച്ച് ഞാൻ വിവരിച്ചു പറഞ്ഞു. ഈ ഒരു അവസ്ഥ ഒരു ക്രിസ്തീയ ഹിന്ദു പെൺകുട്ടികൾക്കും വരരുത്. ഇനി ആരെങ്കിലും പ്രേമിച്ച് വിവാഹം കഴിക്കുന്നതിന് ഇവിടെ ആർക്കും എതിരില്ല. പക്ഷേ നിങ്ങൾ നിൽക്കുന്ന മതത്തിൽ നിന്നുകൊണ്ട് വിവാഹം കഴിക്കാനായിട്ട് ഒരു മുസ്ലിം സഹോദരൻ പറയുകയാണ്, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു, ഞാൻ എൻ്റെ മതം മാറാൻ ആഗ്രഹിക്കുന്നില്ല, എന്നോട് നിനക്ക് സ്നേഹമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മതത്തിൽ തന്നെ നിൽക്കും, ഓക്കെ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. നീ കല്യാണം കഴിക്കണമെങ്കിൽ എൻ്റെ മതത്തിലേക്ക് വന്നാലേ നിന്നെ ഞാൻ കെട്ടുകയുള്ളൂ എന്ന് പറയുന്നവൻ്റെ കൂടെ പോകരുത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതം പിന്നെ നോക്കണ്ട. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ കെയർഫുള്ളായിരിക്കണം. അതുകൊണ്ട് കേരള സ്റ്റോറി പോലുള്ള സിനിമകളൊക്കെ നിങ്ങൾ കാണണം. എന്ത് പ്രശ്നങ്ങളുണ്ടായാലും നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പറയണം, അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരോട് പറയണം. നിങ്ങൾ ഇനി നിങ്ങളുടെ നഗ്ന ഫോട്ടോ എടുത്തെന്നിരിക്കട്ടെ ഈ കാലന്മാർ, അത് നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പറയണം. കാരണം പിന്നീട് അനുഭവിക്കാൻ പോകുന്ന പ്രതിസന്ധിയേക്കാൾ നല്ലത് ഇത് തന്നെയല്ലേ. അതുകൊണ്ട് നമുക്ക് ഉറപ്പില്ലാത്ത ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികളോട് ഉറപ്പില്ലാത്ത ഒരാളുടെയും കൂടെ പോകരുത്. എത്രയോ നല്ല ആളുകളുണ്ട്, അതും മറ്റൊരു കാര്യം. അപ്പോൾ ഈ സഹോദരി ചെയ്തേക്കുന്ന ഒരു മുസ്ലിം കുട്ടികളുടെ കൂടെ നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ് കൂടരുതെന്നാണ് ചെയ്തേക്കുന്നത്. അത് പറയാൻ ഞാനാറില്ല. ഫ്രണ്ട്ഷിപ്പ് വേണം, അവരോട് ഒന്നിച്ച് ഫ്രണ്ട്ഷിപ്പ് കൂടണം, അവരോട് ഒന്നിച്ചിരുന്ന് പഠിക്കണം. അല്ലാതെ ഹിന്ദുക്കൾക്ക് വേണ്ടി ഒരു സ്കൂള്, ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഒരു സ്കൂള്, മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒരു സ്കൂളെന്ന് പറഞ്ഞാൽ അങ്ങനെ സ്കൂളൊന്നും നടത്താൻ പറ്റില്ല. എല്ലാവരും ഒന്നിച്ച് നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ആളുകളെ മനസ്സിലാക്കണം. ഇവൻ എന്ത് ഉദ്ദേശത്തിനാണ് എന്നെ വിളിക്കുന്നത്? ഇവനൊരു ജ്യൂസ് കഴിക്കാൻ വിളിച്ചത് എന്ത് ഉദ്ദേശത്തിനാണ് വിളിച്ചതെന്ന് ചോദിക്കണം. എനിക്ക് നിൻ്റെ ജ്യൂസ് വേണ്ട, മനസ്സിലായോ? ഇനി ഇതുപോലുള്ള പാർലറിലേക്കും ഹോട്ടലിലേക്കും വിളിച്ചാൽ പോകരുത്. ചതി ഇതിൻ്റെ പിന്നിലുണ്ട്, അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് ഓരോ ക്രിസ്ത്യാനിയും അവൻ്റെ വീട്ടിൽ പെൺകുട്ടികളുണ്ടെങ്കിൽ അവരെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ഇതാണ് പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് ഇതൊക്കെ വളരെ കാര്യഗൗരവത്തോട് കൊടുത്ത് വിവേകത്തോടു കൂടി ഈ ലവ് ജിഹാദ് എന്ന ഈ പ്രതിസന്ധിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയും അപ്പോൾ തന്നെ മതങ്ങൾ തമ്മിലുള്ള സ്പർദ്ധയ്ക്കല്ല, മതങ്ങൾ ഒക്കെയും യോജിച്ച് മുമ്പോട്ട് പോകുന്നതോടൊപ്പം തന്നെ അവനവൻ്റെ കാര്യം അവനവൻ നോക്കിക്കോണം. ഉറപ്പില്ലെങ്കിൽ നമ്മൾ കൃത്യമായി നമ്മുടെ കാര്യങ്ങൾ വീട്ടിൽ പറയണം. ഇതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്.